അമ്മ ആൽത്തറ ഭാഗത്തേക്ക് നീ എന്തിനാ കഴിഞ്ഞാഴ്ച പോയത്? അമ്മ പ്ലഗ് ആദ്യം തിരിച്ചു. ഞാൻ ചോദിച്ചതിന് ആദ്യ ഉത്തരം പറ. നീ എന്നോട് പറയാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആൽത്തറ ഭാഗത്തേക്ക് പോയിരുന്നോന്ന്. എനിക്കെന്താ അവിടെ വല്ല വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്? സത്യം പറ. നീ പിന്നെ ആ ചെക്കനുമായി വല്ല അടിയുണ്ടാക്കിയോ? എടാ നിന്നോടാ. ചൂടാവണ്ട, ഞാനല്ല, അയാളാ തുടങ്ങിയത്. ആ ജംഗ്ഷൻ്റെ അവിടെ വെച്ച് എൻ്റെ സൈക്കിൾ അയാളുടെ ബൈക്കും പറഞ്ഞു എന്ന് പറഞ്ഞു. വേണ്ടാത്ത പറഞ്ഞ് എന്നെ സൈക്കിളിൽ നിന്ന് പിടിച്ച് തള്ളി താഴിട്ടു. അമ്മ ഇങ്ങനെ എല്ലാത്തിനും എൻ്റെ പുറകെ നടക്കണ്ട. എനിക്കറിയാം എന്താ വേണ്ടത്. ആരെങ്ങോട്ട് ഇന്ന് നിന്റെ അഡ്മിഷൻ അല്ലേ? നീ മര്യാദയ്ക്ക് ഫയൽസും സർട്ടിഫിക്കറ്റും ആയിട്ട് ഇറങ്ങ്. ബാക്കി നമുക്ക് വൈകിട്ട് സംസാരിക്കാം. നിന്നോടാ വിച്ചു. ബഹളം വെക്കണ്ട, ഇറങ്ങാണ് പോരെ. ഇനി മേലോല ചെക്കന്റെ വീടിന്റെ പരിസരത്തേക്ക് പോയേക്കരുത്, കേട്ടല്ലോ? കേട്ടോന്ന്. കേട്ടു. അഡ്മിഷന്റെ DD എടുത്തോ? പോകുന്ന വഴിക്ക് എടുത്തോളാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്ത് ചെയ്യാനല്ലേ? കുറച്ചു നാളായി ആ ചെക്കനെ കുറിച്ച് കേൾക്കാത്തോണ്ട് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പതേ അവൻ പിന്നെ ഓരോന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നേക്കുന്നു. ലതേ, അവര് വെട്ടും കുത്തും കൊലപാതകമൊക്കെ ആയിട്ട് നടക്കുന്ന കൂട്ടങ്ങളാണേ. ആര്? റോക്കോയോ? ആ. ആട്ടെ, മോൻ ഏത് കോളേജിലേ ചേച്ചി ചേർന്നിരിക്കുന്നേ? ഇവിടെ വേദവ്യാസ കോളേജില്. അവനെ എത്ര നല്ല കോളേജുകളിൽ നിന്നാ വിളി വന്നേന്നറിയോ? പക്ഷെ അവൻ ഇവിടെ നിന്നും വിട്ടു പോവണ്ടായിരുന്നു. അല്ല ചേച്ചി, ഏത് കോളേജെന്നാ പറഞ്ഞേ? വേദവ്യാസ കോളേജ്. ചേച്ചി അവിടെയായി റോക്കോയും പഠിക്കുന്നത്.